അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമണമുണ്ടല്ലോ, ആ പരിമണം എന്റെ മൂക്കുകളെ കൊണ്ട് ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ നീ എന്നെ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അകലുകാരനായി എന്നെ നീ ചേർക്കണം, സ്വർഗത്തിന്റെ അകലുകാരനായി നീ എന്നെ ചേർക്കണം തമ്പുരാനെ അല്ലാഹുവേ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പരിമണമുണ്ടല്ലോ, ആ പരിമണം എനിക്ക് ആസ്വദിക്കാനും കഴിയണേ അല്ലാഹ്. അടിച്ചു വീശുന്ന പരിമണമാണ്. ആ പരിമണം കിട്ടാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ സ്വർഗത്തിന്റെ പരിമണം ആസ്വദിക്കാൻ കഴിയാത്തവർ, അന്യന്റെ മുതലുകൾ അക്രമമായി പിടിച്ചു പറ്റിയ ആളുകൾ, ജേട്ടന്റെ സ്വത്തുക്കൾ എന്നും രാവിലെ കൈക്കോട്ടെടുത്ത് കൊത്താൻ പോയി അതിരിങ്ങോട്ട് മാടിവെക്കുന്ന മനുഷ്യന്മാർ, അതുപോലെ മറ്റുള്ളവർ അന്യായമായി ഉപദ്രവിക്കുന്നവർ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്റെ നഗ്നത വെളിവാക്കുന്ന സഹോദരിമാർ, അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരുപാട് സംഗതികൾ ഉണ്ടല്ലോ. അത് തന്റെ ജീവിതത്തിൽ പകർത്തലോടുകൂടെ ആ സ്വർഗത്തിന്റെ പരിമണം അവനിക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് സ്വർഗപ്രവേശനം എന്ന് പറയുന്നത്. അത്ഭുതങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സ്വർഗാവകാശികളെ പറയുന്നോടത്ത് പല തവണകളിലായി പല പ്രാവശ്യവും പല രീതിയിലും അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ചില വിശേഷണങ്ങൾ ഞാൻ ഇവിടെ പാരായണം ചെയ്യുകയാണ്. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകമുണ്ടല്ലോ. നാളെ മഹ്ശറാവൻ സഭ എന്ന കോടതി, ആ കോടതിയിൽ വെച്ചുകൊണ്ട് വിചാരണ കഴിഞ്ഞാൽ ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്ക്, നന്മ ചെയ്ത മനുഷ്യന്മാരെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോയാൽ, സിറാത്ത് പാലം കടന്ന് നാളെ സ്വർഗ്ഗലോകത്തിന്റെ കവാടം അവർ കടന്നുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തിയാൽ ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങളുടെ മേൽ ഒരു പേടിയും ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതല്ല. പിന്നെ പേടി നിങ്ങളുടെ കൽബിലേക്ക് വരൂല്ല. സ്വർഗത്തിലേക്ക് വന്നാൽ ഒരു പേടിയും ഉണ്ടാകൂല. വന്യജീവികളെ സംബന്ധിച്ച് പേടി വരൂല്ല. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മെ ചീത്ത പറയോ എന്നുള്ള പേടി വരില്ല. ആരും നമ്മെ വഷളത്തരത്തിലാക്കുമെന്ന പേടിയില്ല. ഒരു കടം ഉണ്ടാകുമെന്ന പേടിയില്ല. ഭക്ഷണം കിട്ടുമോ എന്നുള്ള വേജാറില്ല. പാർക്കാൻ പാർപ്പിടമുണ്ടാകുമോ എന്ന പേടിയില്ല. താമസിക്കാൻ സ്ഥലമുണ്ടോ എന്ന പേടിയില്ല. ധരിക്കാൻ വസ്ത്രമുണ്ടാകുമോ എന്ന ഭയമില്ല. ഒന്നുകൊണ്ടും പേടിയില്ലാത്ത ലോകമാണ്. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. നിങ്ങൾക്കൊരു പേടിയും ഇല്ല, ഒരു മുഷിപ്പുമില്ല, ഒരു വേജാറുമില്ല, ടെൻഷനുകളില്ലാത്ത സുന്ദരമായ ജീവിതമാണ് സ്വർഗലോകത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത്. അവരെങ്ങനെയുള്ളവരാണ്? ആ ഒരു ജീവിതം ലഭിക്കാൻ അല്ലദീന ആമനൂ ബി ആയാതിനാ വകാനൂ മുസ്ലിമീൻ, അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചവരാണ്. മറ്റുള്ളവരെ ആക്രമിക്കാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ചീത്ത വിളിക്കാതെ, കുടുംബങ്ങളോട് പിണങ്ങാതെ, അയൽവാസികളെ ഉപദ്രവിക്കാതെ, നാട്ടുകാരെ വെറുപ്പിക്കാതെ, കളവ് പറയാതെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച നല്ല മനുഷ്യന്മാരാണവര്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവര് വിശ്വസിച്ചവരുമാണ്. അങ്ങനത്തെ മനുഷ്യന്മാരോട് അല്ലാഹു പറയുന്ന പറച്ചിൽ ഇങ്ങനെയാണ്: ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, അവരോടൊന്നിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗലോകത്തിലോട്ട് കടന്നുകൊള്ളുക.
നിങ്ങളെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ആരാണവർ? എല്ലാവരും കരുതും ഹൂറുൽ മാത്രമാണല്ല. സ്വർഗലോകത്തിലേക്കുള്ള ഭാര്യമാരാരാണ്? ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരാളുടെ ഭാര്യ ആരാണോ അവർ തന്നെയായിരിക്കും സ്വർഗത്തിലും ഭാര്യമാർ. പഠിച്ചോനെ കുടുങ്ങിയല്ലോ, അങ്ങനെ വിചാരിക്കരുത്. ദുനിയാവിലുള്ള ഭാര്യമാർ തന്നെയായിരിക്കും നാളെ സ്വർഗലോകത്തിലും എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ നമ്മുടെ കൂടെയുള്ള ഭാര്യയുണ്ടല്ലോ, അവളായിരിക്കും ഹൂറുൽ വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണവളാണ്. വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണവളാണ്. അവളെക്കാൾ നല്ലൊരു സൗന്ദര്യമുള്ള ഒരാളും സ്വർഗലോകത്തിൽ ഉണ്ടാകൂല. അങ്ങനത്തെ ആ വിഭാഗം നിങ്ങളുടെ ഇണകളോടുകൂടെ നിങ്ങൾ സ്വർഗലോകത്തിലോട്ട് കടന്നുകൊള്ളുക. യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിനൽ ദഹബ് ഔ അക്വാബ്. ആ സ്വർഗലോകത്തിലൂടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കുടിക്കാനുള്ള വെള്ളത്തിന്റെയും പാത്രങ്ങൾ ഉണ്ടല്ലോ, അതാത് നല്ല നല്ല കോപ്പകളും തളികകളും, സ്വർണത്തിനാലുള്ള തളികകളും സ്വർണത്തിനാലുള്ള കോപ്പകളുമായി സ്വർഗലോകത്തിലോട്ട് നിങ്ങളുടെ ഖാദിമീങ്ങൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തും അവർ ചുറ്റിക്കറങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലുദ്ദുൽ അഅ്യുൻ. വിശുദ്ധ ഖുർആൻ പറയാ, ആ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗലോകത്തിലേക്ക് മനുഷ്യന്മാരുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന സകലമാന വസ്തുക്കളും അവിടെ ഉണ്ട്. മുഅ്മിനേ, നിന്റെ നഫ്സ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള, അതാത് യാത്ര ചെയ്യാൻ കൊതിക്കുന്നവന് മനോഹരമായ യാത്രക്കുള്ള ഇടമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവന് നല്ല ഭക്ഷണങ്ങളുണ്ട്. നല്ല മനോഹരമായ സ്ഥലങ്ങൾ കണ്ടാസ്വദിക്കാൻ പറ്റുന്നവന് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണുകൾക്ക് രസം സിദ്ധിക്കുന്ന, നിങ്ങളുടെ നഫ്സുകൾക്ക് നല്ലാത്ത സന്തോഷമുണ്ടാക്കുന്ന, നിങ്ങൾ കൊതിക്കുന്നതെല്ലാം ആ സ്വർഗത്തിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅൻതും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗത്തിൽ നിങ്ങൾ എന്നെന്നും നിലകൊള്ളുന്നവരാണ്. മടക്കമില്ല. സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കിട്ടിയാൽ ഒരു നിമിഷം പോലും ആ സ്വർഗത്തിൽ നിന്ന് മടങ്ങുകയില്ല. സ്വർഗലോകത്തിൽ എന്നെന്നും നിലനിൽക്കുന്നവരാണ്. റഹ്മാനായ അല്ലാഹ്, സാധുക്കളായ പാപികളായ ഞങ്ങളെ സ്വർഗത്തിന്റെ അകലുകാരിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാഹ്.